സമ്പന്നന്മാർ എന്തുകൊണ്ട് ഈ കൃഷിയിലേക്ക് വരുന്നില്ല? നിങ്ങൾ ഈ പറയുന്നത് പോലെ കോടികൾ ലഭിക്കുന്ന ഒരു പ്രൊജക്റ്റാണ്, റിട്ടേൺസ് ലഭിക്കുന്ന ഒരു കൃഷിയാണിതെങ്കിൽ എന്തുകൊണ്ട് സമ്പന്നന്മാർ ഈ കൃഷിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ തയ്യാറാകുന്നില്ല? അവരെന്തുകൊണ്ട് വരുന്നില്ല? വളരെ പ്രസക്തമായ ചോദ്യമാണ്. ഞാൻ നാസർ നൂർദ്ദീൻ, റിയൽ എസ്റ്റേറ്റ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ. കമ്പനി പാലക്കാട് നടപ്പായിക്കൊണ്ടിരിക്കുന്ന സാൻഡൽവുഡ് ഗ്രൂപ്പ് ഫാമിംഗ് പ്രൊജക്റ്റ് പ്ലാന്റേഷൻ സൈറ്റിലാണ് ഞാനുള്ളത്. ഞാൻ മേലെ പറഞ്ഞ ആ ചോദ്യം വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. അതിന് ഉത്തരം വളരെ കൃത്യമാണ് സുഹൃത്തുക്കളെ. സമ്പന്നന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് 15 കൊല്ലത്തിന് ശേഷം ലഭിക്കുന്ന റിട്ടേൺസ് അല്ല അവരിത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. സമ്പന്നന്മാരെ സംബന്ധിച്ചിടത്തോളം, ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഐഡിയ ഉള്ള, കാഴ്ചപ്പാടുള്ള ഓരോ ബിസിനസ്സുകാരനും അവൻ്റെ കയ്യിൽ 1 കോടി രൂപ ഉണ്ടെങ്കിൽ, നമ്മൾ മുമ്പ് ഇതിനൊരു എസ്റ്റിമേറ്റ് നമ്മൾ ചർച്ച ചെയ്തതാണ്, ഏകദേശം ഒരു സാൻഡൽവുഡ് പ്ലാന്റേഷൻ ശാസ്ത്രീയമായ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളിലൂടെയും പ്ലാന്റേഷൻ സംവിധാനങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ കുറച്ച് ചിലവുണ്ട് എന്നുള്ളതും, അതൊരു ചുരുങ്ങിയ മേഖലയിൽ ചെയ്താൽ പോലും ഏകദേശം 1 കോടിയോളം രൂപ ചിലവ് വരുന്നത് നമ്മളൊരു എസ്റ്റിമേഷനൊക്കെ നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിച്ചതാണ്. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ 15 കൊല്ലത്തിന് ശേഷമുള്ള റിട്ടേൺസിനേക്കാൾ ഉപരി ഇന്നിപ്പോൾ 1 കോടി രൂപ ഉണ്ടെങ്കിൽ അതെങ്ങനെ ബിസിനസ് ചെയ്ത് കാശ് ഉണ്ടാക്കണമെന്ന് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അറിയാം. അവരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് കിട്ടുന്ന റിട്ടേൺസാണ് അവർ പ്രതീക്ഷിക്കുക. ആയതുകൊണ്ട് തന്നെ ഈ ഒരു പ്രൊജക്റ്റ് യഥാർത്ഥത്തിൽ സാമ്പത്തികമായി ഡെവലപ്പ് ചെയ്ത് കാലങ്ങളായിട്ട് ചെയ്യാൻ സാധിക്കാത്ത സാധാരണക്കാരായിട്ടുള്ള മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാർ, കുറേ കാലങ്ങളായിട്ട് നമ്മൾ ബിസിനസ്സും പല ജോലികളും ചെയ്യുന്നില്ലേ, എത്രമാത്രം ഫിനാൻഷ്യൽ ഫ്രീഡം നിങ്ങൾ നേടി, ഇത്രമാത്രം സാമ്പത്തിക സൗണ്ട് ഭദ്രത നിങ്ങൾ നേടിയെടുത്തിട്ടുണ്ട്? കഴിഞ്ഞിട്ടില്ല. പല അവസരങ്ങളും വന്നു, പക്ഷേ നമ്മളത് സ്കാമാണ്, തട്ടിപ്പാണ് ആണെന്നും നമ്മൾ പഠിക്കാതൊക്കെ നമ്മളതിനെ വിട്ട് കളഞ്ഞു, അല്ലെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. ആയതുകൊണ്ട് തന്നെ ഈ പ്രൊജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം അത് പലതുള്ളി പെരുവെള്ളം എന്ന നിലയ്ക്ക് ഗ്രൂപ്പ് ഫാമിംഗ് സിസ്റ്റത്തിലൂടെ ചെയ്യുമ്പോൾ മാത്രമേ വലിയൊരു എമൗണ്ടിനെ മാറ്റി വയ്ക്കാതെ തന്നെ ചെറിയൊരു എമൗണ്ടിൽ ഒറ്റത്തവണയായിക്കൊണ്ടോ തവണകളായി പേയ്മെൻറ്റ് ചെയ്തുകൊണ്ടോ ഇതിൽ ചേർന്ന് നിന്നുകൊണ്ട് നമ്മൾ വരാനിരിക്കുന്ന ഭാവിയിൽ നമുക്ക് ലഭിക്കുന്ന വലിയൊരു റിട്ടേൺസിനെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കണമെങ്കിൽ ആരുടെ കയ്യിലും വലിയൊരു എമൗണ്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ അവർ വലിയൊരു എമൗണ്ട് 15 കൊല്ലത്തിന് ശേഷമുള്ള റിട്ടേൺസിന് വേണ്ടി ആരും തന്നെ ഇതിൽ മാറ്റിവെക്കാൻ തയ്യാറാവില്ല. എന്നാൽ നിലവിലുള്ള ജോലിയെയോ ബിസിനസ്സിനെയോ ബാധിക്കാത്ത രീതിയിലുള്ള ഒരു ഇൻകം ഇതിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് നമ്മൾ ഗ്രൂപ്പ് ഫാമിംഗ് സിസ്റ്റത്തിലൂടെ കമ്പനി എന്ത് ചെയ്തുകൊണ്ടിരിക്കണം? ഇവിടെ സാധാരണക്കാരെ തൊട്ട് ഒരു മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ് വരെയുള്ള ആൾക്കാരെ കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഒരു വലിയൊരു പ്രൊജക്റ്റ്, വലിയൊരു റവല്യൂഷനാണ് 15 കൊല്ലത്തിന് ശേഷം കേരളത്തിൻ്റെ ചരിത്രത്തിൽ നടക്കാൻ പോകുന്നത്. ഈ ഉദ്യമത്തിൽ പങ്കെടുക്കണമെന്നും ഈ പ്രൊജക്റ്റിൽ പങ്കാളികളാവണമെന്നും കൂടുതൽ അറിയണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർ, ഈ സൈറ്റ് വിസിറ്റ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹിക്കുന്നവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വരിക. നിങ്ങളെല്ലാ സംശയങ്ങളും ക്ലാരിറ്റി വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ മുന്നോട്ട് വരിക. ഓക്കെ, താങ്ക് യു.